ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മൗനരാഗം സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിനെ ഇറക്കിക്കൊണ്ടുവരാനായിട്ട് അവൻ്റെ അച്ഛനും വക്കീലും ഒക്കെ ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെ വക്കീൽ വിക്രത്തിനോട് വാൺ ചെയ്യുന്നുണ്ട്, നീ എങ്ങാനോ ആണോ സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്? അങ്ങനെ ആണെങ്കിൽ നീ അത് തുറന്നു പറയണം. അങ്ങനെ ആണെങ്കിൽ നീ പിടിക്കപ്പെടും, കേസ് തോക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്, വാദി പ്രതിയാവും എന്ന് താക്കീത് കൊടുക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ കല്യാണിയാണെങ്കിൽ വമ്പിച്ച പഠിത്തത്തിലാണ്, പോയിന്റുകളൊക്കെ എഴുതി നാളത്തെ കേസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ കല്യാണി. അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായിട്ട് അറിയാം ഇന്നത്തെ കഥ. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വക്കീലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ വക്കീൽ നമ്മുടെ വിക്രത്തിനോടും അതുപോലെ തന്നെ പ്രകാശിനോടും ഓരോ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്, ആ ഒരു കേസിനെക്കുറിച്ച്. അതേസമയം തന്നെ വക്കീൽ പറയുകയാണ്, അല്ല ഈ കല്യാണി എന്ന് പറയുന്നത് തൻ്റെ മകളാണല്ലോ, അവൾക്കെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് താനൊന്ന് ആലോചിക്കുക എന്ന് പറയുകയാണ്. അതേസമയം തന്നെ വിക്രം പറയാണ്, കല്യാണി എന്ന് പറയുന്നത് എൻ്റെ മകളാണെങ്കിലും ഞാൻ അവളെ മകളായിട്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല സാർ. അവൾ ജനിച്ചതിന് ശേഷം എന്നെ എൻ്റെ മകനെയും ദ്രോഹിക്കുന്നതിന് കയ്യും കണക്കില്ല. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല സാർ. ഞാനും എൻ്റെ മോനും ഇതുപോലെ കഷ്ടതയിലാവാനായിട്ട് കാരണക്കാരി തന്നെ അവളാ. അവൾ ചിന്തിച്ചില്ലല്ലോ ഇവൻ എൻ്റെ ആങ്ങളെയാണെന്നും ഞാൻ അവളുടെ അച്ഛനാണെന്നൊന്നും. അപ്പോൾ പിന്നെ ഞങ്ങളും തിരിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ സാർ. എന്തൊക്കെ പറഞ്ഞാലും കല്യാണി ജയിലിൽ കിടക്കണം. അവളും അവളുടെ ഭർത്താവും കൂടിയാണ് ഞങ്ങളിങ്ങനെ ആക്കി മാറ്റിയത്. അപ്പോഴേക്കും വക്കീൽ പറയണം, എന്തായാലും നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും അവൾക്കെതിരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് വാദിക്കാൻ പറ്റും. അവൾ നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. വിക്രത്തിനെ പൊതുസ്ഥലത്തിട്ട് ഒരു കാര്യമില്ലാതെ തല്ലുന്നത് അത്ര നല്ല കാര്യമൊന്നും അല്ല. മാത്രമല്ല നമുക്കാണ് തെളിവും സാക്ഷികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് പൂട്ടാം, അതിന് പേടിക്കൊന്നും വേണ്ട, നിങ്ങളെന്തായാലും പോയിക്കോളാൻ പറയാണ്. അങ്ങനെ ഇവരും ശരി പറഞ്ഞ് പുറത്തേക്ക് വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ കല്യാണിനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണി നല്ല പോയിന്റുകളൊക്കെ എഴുതി ഇങ്ങനെ വെക്കുകയാണ് കേസിന് ആവശ്യമായിട്ടുള്ള. അതേസമയം തന്നെ വക്കീൽ കല്യാണിനെ വിളിച്ച് കുറച്ചുകൂടെ പോയിന്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കല്യാണി എഴുതുന്നുണ്ട് കേട്ടോ, എഴുതി തിട്ടപ്പെടുത്തി വെക്കുന്നുണ്ട്. അതേസമയം തന്നെ കിരൺ കല്യാണിക്ക് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും കല്യാണി ചോദിക്കുകയാണ്, അല്ല കിരണേട്ട ഇതെന്താ കാപ്പിയൊക്കെ ഇട്ടോന്ന് ചോദിക്കുകയാണ്. അല്ലടോ, താൻ രാത്രി പകലാക്കാൻ ഉദ്ദേശിച്ച സ്ഥിതിക്ക് താൻ വലിയ പഠിത്തത്തിലൊക്കെ ആണല്ലോ, അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി ഇട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു എന്ന് പറയാം കേട്ടോ. ആനേ ചൂടാറാതെ കാപ്പി ഒന്ന് കുടിച്ചു നോക്ക്, നല്ലതാണോ എന്ന് പറയാതെ പറയണം. അങ്ങനെ കല്യാണി കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കിരണേട്ട, നല്ല മധുരം അതുപോലെ തന്നെ നല്ല കടുപ്പം എല്ലാം കൊണ്ട് അടിപൊളിയാണെന്ന് പറയണം. അപ്പോഴത്തേക്കും കിരൺ പറയാണ്, ഇപ്പം തനിക്ക് മനസ്സിലായില്ലേ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന്. അങ്ങനെ കല്യാണി ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ കിരൺ കല്യാണിയെ നോക്കി പറയാണ്, കല്യാണി തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താനിപ്പോൾ നല്ല കോൺഫിഡൻസിലാണോ, അല്ലെങ്കിൽ താനിത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല താൻ അവിടെ എങ്ങാനും പതറിപ്പോവോടോ എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ കല്യാണി പറയാണ്, ഇല്ല കിരണേട്ടാ, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. മാത്രമല്ല എനിക്കിപ്പോൾ എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ അത്യാവശ്യം അറിവുമുണ്ട്. കിരണേട്ടനും പാറുവും ഒക്കെ അല്ലേ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ബുദ്ധി എനിക്കുണ്ടാവുമല്ലോ. പിന്നെ കിരണേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നെ നാളത്തേക്ക് അവനെ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് എനിക്കറിയാം. അതിനാവശ്യമായിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുമുണ്ട്. പിന്നെ കോടതി മുറിയിലിട്ട് ഞാൻ അവനെ പിച്ച് ചീന്തും കിരണേട്ടാ, അത് തന്നെയാണ് അവന് വേണ്ടത്. എടോ അതുകൊണ്ടല്ല, അവൻ്റെ വക്കീൽ നല്ല സ്ട്രോങ് ആണെന്നാണ് നമ്മുടെ വക്കീൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തന്നോട് ചോദിക്കുന്നത്, തന്നെ കൊണ്ടാവോ എന്ന്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ്, എല്ലാം എനിക്കറിയാം കിരണേട്ടാ, എത്ര സ്ട്രോങ് ആയിട്ടുള്ള വക്കീലാണെങ്കിലും എനിക്കറിയാം എങ്ങനെ വാദിക്കണമെന്നുള്ളത്. കിരണേട്ടൻ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ വാദിച്ചിട്ട് ഞാൻ തോറ്റു പോവുകയാണെങ്കിലും ഇനി തെറ്റ് ചെയ്യാതെ ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് അവനെതിരെ എനിക്ക് വാദിക്കാൻ സാധിക്കും, അവനെ ജയിലിലടയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറയാം കേട്ടോ. അവൻ ഇന്നോളം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും കിരണേട്ടാ. അച്ഛൻ അവനെ വളർത്തി വഷളാക്കിയല്ലോ, അതോർത്ത് അയാൾ ഇനി ജീവിതകാലം മുഴുവൻ ദുഃഖിക്കും. അവൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റുള്ളവരുടെ സന്തോഷം ഇതുപോലെ ഇല്ലാതാക്കുന്ന ഇവനെപ്പോലുള്ള ഒരുത്തനെയൊന്നും വെറുതെ വിടാൻ പാടില്ല കിരണേട്ടാ. കുട്ടിക്കാലം മുതലേ അവൻ്റെ നീച്ച പ്രവൃത്തികളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും. അവനെ വാദിച്ച് അവനെ ജയിലിലാക്കാൻ എനിക്ക് സാധിക്കും കിരണേട്ടാ. എടോ അതുകൊണ്ടല്ലടോ, തനിക്ക് കുറച്ച് പഠിപ്പേ ഉള്ളൂ, അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയാണ്, എനിക്ക് അത്യാവശ്യം പഠിപ്പൊന്നുമല്ല കിരണേട്ട ഉള്ളത്, എന്നെ പഠിപ്പിച്ചതേ നിങ്ങളും അതുപോലെ തന്നെ പാറുവാണ്. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ല ബുദ്ധി എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇതൊന്നും ഓർത്തിട്ട് കിരണേട്ടൻ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയാട്ടോ. കിരണേട്ടനെ ഒന്ന് വിശ്വസിക്കുക എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും കിരൺ പറയാണ്, എനിക്ക് തന്നെ പൂർണ്ണ വിശ്വാസമാണോ, ഞാനെന്നാലും അത്ഭുതത്തോടുകൂടി തന്നെ കാണുകയാണ്. നേരത്തേക്ക് തനിക്ക് ഒരു വാക്ക് പോലും വായിക്കാനോ അല്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അങ്ങനെയുള്ള താൻ, സംസാരിക്കാൻ കൂടെ കഴിയാത്ത താൻ ഇപ്പോൾ സംസാരിക്കുന്നു.
താൻ ഇതുപോലെ നല്ല രീതിയിൽ കേസൊക്കെ വാദിക്കുന്നു, ഓരോന്നൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് കല്യാണി എന്ന് പറയാണ്. അപ്പോഴേക്കും കല്യാണി പറയാണ്, അത് തന്നെ ഞാനും പറഞ്ഞത്, എനിക്ക് ദൈവം തന്ന ഈ കഴിവുകളൊക്കെ ഞാൻ അവനെപ്പോലുള്ളൊരു നീചന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം കിരണേട്ടാ, അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഉപയോഗിക്കണം എന്ന് തന്നെ പറയാം കേട്ടോ കല്യാണി. പിന്നെ അവൻ എൻ്റെ സ്വന്തം ആങ്ങളായതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ചൊക്കെ വിട്ടുവീഴ്ച അവന് വേണ്ടി ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവൻ അതിൽ നിന്നും തിരുത്താനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അവന് വേണ്ടിയിട്ട് വാദിക്കാമെന്ന് തന്നെ വിചാരിച്ചത്, അവനെതിരെ വാദിക്കാമെന്ന് തന്നെ വിചാരിച്ചത്. കാരണം മറ്റേതെങ്കിലും വക്കീൽ വന്നാൽ അവന് ശിക്ഷ കിട്ടുമായിരിക്കും, പക്ഷെ വളരെ ചെറിയ ശിക്ഷ കിട്ടുള്ളൂ. പക്ഷേ ഞാനാണ് വാദിക്കുന്നതെങ്കിൽ ഇനി അവൻ പുറലോകം കാണില്ല. അവന് പറ്റിയ ശിക്ഷ തന്നെ ഞാൻ മേടിച്ചു കൊടുക്കും കിരണേട്ടാ. അപ്പോഴേക്കും കിരൺ പറയാണ്, എടോ താൻ ടെൻഷനാവാതിരിക്കെ, ഇനിയെങ്ങാനും അതെല്ലാം തിരിഞ്ഞ് തൻ്റെ തലയിൽ വരികയോ കേസ് താൻ തോക്കുകയോ ചെയ്ത് തനിക്കാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ഞാൻ അവനെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊന്നിട്ട് തൻ്റെ കൂടെ ജയിലിൽ വന്ന് കിടക്കൂടോ. കിരണേട്ടാ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഇതിനെ കിരണേട്ടൻ ഇങ്ങനെ ടെൻഷനാവുന്നേ എന്നൊക്കെ പറഞ്ഞ് കല്യാണി കിരണിനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ. അടുത്ത സീനിൽ വിക്രത്തിനെയാണ് കാണിക്കുന്നത്. വിക്രം ആണെങ്കിൽ ഹെൽമെറ്റും വെച്ചിട്ടില്ല, ബൈക്കിൽ ചീറിപ്പാഞ്ഞങ്ങ് പോവുകയാണ്. അപ്പോൾ പോലീസുകാർ വിക്രത്തെ കണ്ടിട്ട് വിക്രത്തിൻ്റെ പിന്നാലെ ചേസ് ചെയ്ത് പോയിട്ട് പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിൽക്കട അവിടെ, നീ എന്താടെ ഹെൽമെറ്റൊന്നും വെക്കാണ്ട് ചീറിപ്പാഞ്ഞ് രാവിലെ തന്നെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ വിക്രം പറയാണ്, ഹെൽമെറ്റ് ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും പോലീസ് പറയാണ്, ആഹാ ഹെൽമെറ്റ് നിനക്ക് കാണാൻ വേണ്ടിയിട്ടല്ല തന്നിരിക്കുന്നത്, നീ അത് തലയിലെടുത്ത് വെച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ. സാറേ ഞാൻ എത്ര രൂപ അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഫൈൻ അടച്ചോളാം എന്ന് പറയാം കേട്ടോ വിക്രം. അതേസമയം തന്നെ പോലീസ് ചോദിക്കുകയാണ്, അല്ല ഒരു പൈസ പോലും എടുക്കാനില്ലാത്ത നിനക്ക് എന്താ ഇത്രയധികം പൈസ എടുക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നേ? എന്തേ നിൻ്റെ അച്ഛൻ വല്ല കളക്ടറായോ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛന് വല്ല വേറെ എന്തെങ്കിലും ജോലി കിട്ടിയോ? അല്ല പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലോ, ഞാൻ പെറ്റി അടച്ചാൽ പോരെ? ഇതൊക്കെ എന്തിനാ സാർ അറിയുന്നത്? ഞാൻ എന്തിനാ ഇത് അറിയണേന്ന് വെച്ച് കഴിഞ്ഞാലേ, നിന്നെ എന്തായാലും നിൻ്റെ അച്ഛൻ വളർത്തി വലുതാക്കി നല്ല മാന്യനാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിൻ്റെ അമ്മുമ്മയാണെങ്കിൽ അതിലും വലിയ മാന്യത്തി. പിന്നെ കുറച്ച് മോശമായിട്ടുള്ളത് നിൻ്റെ ആ പെങ്ങളിലെ കല്യാണി തന്നെയാണ്. അതുകൊണ്ടാണ് എനിക്കിതൊക്കെ അറിയേണ്ടി വരുന്നത്. എടാ ആ പാവം പിടിച്ച കല്യാണി എന്ന് പറയുന്ന ആ പെങ്കൊച്ചിൻ്റെ പേരിൽ നീ കേസ് കൊടുത്തിട്ടില്ലടാ. നീ അങ്ങനെ കള്ളക്കേസൊക്കെ കൊടുത്ത് ജയിക്കാമെന്ന് വിചാരിച്ചോ? എന്തായാലേ നീ അനുഭവിക്കൂടാ, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂടാ. അപ്പോഴേക്കും വിക്രം ചോദിക്കുകയാണ്, അയ്യോ സാറേ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് സാറേ എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ? അപ്പോഴേക്കും പോലീസുകാരൻ പറയണം, നിർത്തടാ, നീ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്കറിയില്ലല്ലേ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ഇത്രയും ചെയ്തിട്ടും അവനൊരു കൂസലും ഇല്ലാണ്ട് ഹെൽമെറ്റും വെക്കാതെ പറപ്പിച്ചങ്ങ് വണ്ടിയിൽ പോവാണ്. അല്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചപ്പോൾ തന്നെ നിനക്ക് ഫൈൻ എത്ര വേണമെങ്കിലും അടച്ചോളാം എന്നൊരു മറുപടി നീ പറഞ്ഞല്ലോ. അങ്ങനെ നിനക്ക് ഫൈൻ അടയ്ക്കാനായിട്ടുള്ള പൈസ ഞാൻ ചോദിക്കുന്നതനുസരിച്ച് തരാനായിട്ട് നിനക്കുണ്ടെങ്കിൽ നീ ചിലപ്പോൾ മോഷണമൊക്കെ തുടങ്ങി കാണും. നിൻ്റെ അച്ഛൻ നിന്നെ നല്ല രീതിയിലാണല്ലോ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും വിക്രം പറയാണ്, സാറേ ഇങ്ങനെ കളിയാക്കരുത് സാറേ എന്ന് പറയാം കേട്ടോ. സാറിന് ഇപ്പോൾ ഫൈൻ പോരെ, ഞാൻ ഫൈൻ തന്നോളാം, ഞാൻ വേറെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ, കുറച്ച് സ്പീഡിൽ വണ്ടി ഓടിച്ചു വന്നു, അതിന് ഫൈൻ തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, കൂടുതലൊന്നും സാർ സംസാരിക്കേണ്ട എന്നിങ്ങനെ അഹങ്കാരത്തോടുകൂടി വിക്രം പറയാട്ടോ. അപ്പോഴേക്കും പോലീസിനെ അങ്ങോട്ട് ചൊരുക്ക് വരികയാണ്. പോലീസ് പറയാണ്, എടാ പോലീസാണെന്ന് നോക്കാതെ നീ സംസാരിക്കുന്ന ഈ ഒരു സംസാരത്തിന് ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ, നിനക്കുള്ള പണി ഞാൻ തരാം എന്ന് പറയാട്ടോ. അപ്പോഴേക്കും വിക്രം പറയാണ്, അയ്യോ സാറേ ഞാൻ അതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. എടാ നീ ആ ബൈക്കിൻ്റെ താക്കോൽ കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ കൊടുക്കുക. അപ്പോഴത്തേക്കും വിക്രം പറയുക, എന്തിന്, ഞാൻ കൊടുക്കില്ല എന്ന് പറയണം. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയണം, എടാ എനിക്ക് നിന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ അറിയാം, നല്ല ഇടി തന്ന് കൊടുപ്പിക്കണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കോൺസ്റ്റബിളിൻ്റെ കയ്യിലേക്ക് വിക്രം പേടിച്ച് താക്കോല് കൊടുക്കുകയാണ് കേട്ടോ. നീയേ വന്ന് ജീപ്പിലേക്ക് കയറ്, കോൺസ്റ്റബിളെ വണ്ടി എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ പറയാണ് കേട്ടോ. അതേസമയം തന്നെ വിക്രം ചോദിക്കുകയാണ്, അല്ല സാറേ എന്തിനാ എന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പോലീസുകാരൻ പറയണം, നീ തെറ്റ് ചെയ്തോ ഇല്ലയെന്നുള്ളതൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ എന്തായാലും സ്റ്റേഷനിലേക്ക് വരാൻ പറയാം കേട്ടോ. സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിക്രം പിന്നെയും പറയാണ്. അതേസമയം തന്നെ പോലീസ് പറയാണ്, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ, ജനിച്ച കാലം മുതൽ ഇന്ന് വരെ നീ തെറ്റുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അങ്ങനെയുള്ള നീ പുറത്തും കല്യാണിനെ അകത്ത് കടത്താനായിട്ടുള്ള നിൻ്റെ ശ്രമവും അത് ഞാൻ എന്തായാലും നടത്തി തരാടാ, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലടാ എന്നൊക്കെ ഇങ്ങനെ പോലീസ് പറയാട്ടോ. എന്തായാലും പോലീസ് തൂക്കിയെടുത്ത് വിക്രത്തിനെയും കൊണ്ട് പോവുകയാണ് കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശീനെയും പ്രകാശനെയാണ്. അപ്പോൾ പ്രകാശനും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഈ വീട് വിട്ടൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു, ഇവളുടെ ഈ ഒരു ശല്യം തീർന്നു കിട്ടിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അവനെ അവൾ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി മുതൽ നമ്മുടെ മോൻ്റെ ജീവിതം സന്തോഷപൂർണ്ണമാണെന്നാണ്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് അവനൊരു സന്തോഷവുമില്ല. അവനിങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അവൻ്റെ നല്ലതല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് മാറുന്നത് തന്നെയാണ് നല്ലത്. അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല മാറുന്നതിനെ കുറിച്ചിട്ട് അവനും പറഞ്ഞല്ലോ, അതിനുള്ള പൈസയൊക്കെ അവൻ്റെ കയ്യിൽ എങ്ങനെ വന്നു മോനെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും പ്രകാശം പറയാണ്, അതൊന്നും എനിക്കറിയില്ല അമ്മേ,
അവനെന്തായാലും മാറണമെന്ന് ചിന്തിച്ചത് ഇവളുടെ ശല്യം കൊണ്ട് തന്നെ ആയിരിക്കുള്ളൂ. എത്രയെന്ന് വെച്ചാണ് അവനിങ്ങനെ സഹിക്കുക എന്ന് പറയാണ്. അതേസമയം തന്നെ ശരണ്യ അവിടേക്ക് കടന്നു വരാട്ടോ. അപ്പോൾ ശരണ്യനെ കണ്ടതും ഇവർക്കങ്ങ് മുറുമുറുപ്പ് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ശരണ്യ വന്നിട്ട് ചോദിക്കണം, ആഹാ മോനവിടെ കല്യാണിക്കെതിരെ കേസ് കൊടുത്തതിൻ്റെ സന്തോഷത്തിലാണല്ലോ അച്ഛമ്മയും അതുപോലെ തന്നെ മോനും. അതേടി ഞങ്ങളെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നാൽ പിന്നെ കേട്ടോ, കല്യാണി ചേച്ചിയെ ജയിലിൽ കയറ്റാൻ നോക്കിയ വിക്രമാദിത്യനെ ഇപ്പം ലോക്കപ്പില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും പ്രകാശനും അതുപോലെ തന്നെ മുത്തശ്ശിയും ആകെ ഞെട്ടിത്തിരിക്കുകയാണ്. എന്ത്, എൻ്റെ മോൻ ലോക്കപ്പിലോ? നീ എന്താ പറയുന്നത്? നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ, നിങ്ങളുടെ മോനെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. അതെന്തിനാണ് അവനെ പോലീസ് സ്റ്റേഷനിൽ കിടത്തിയിരിക്കുന്നത്? അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് നേരിട്ട് അന്വേഷിക്കേണ്ടി വരും. നിങ്ങളുടെ മോന് നല്ല രീതിയിൽ കളവ് മോഷണമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേരിലെങ്ങാനും അവനെ അകത്തിട്ടതായിരിക്കും. നീ പൊകൃത്തരം പറയരുത്. എൻ്റെ മോനൊരിക്കലും കളിക്കില്ല. നിങ്ങളുടെ മോൻ കളിക്കില്ല. അവൻ പിന്നെ ഭയങ്കര സത്യസന്ധനല്ലേ. അവൻ മോഷ്ടിക്കോ ഇല്ലേ എന്നൊക്കെയുള്ളത് സത്യസന്ധമായിട്ട് എനിക്കറിയാം. കല്യാണി ചേച്ചി ഇപ്പോൾ ഒരു നല്ല ചേച്ചിയെ ജയിലിൽ കിടത്താനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ പരിശ്രമത്തിന് ദൈവം നിങ്ങളെ ശിക്ഷിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അല്ല, ഇപ്പോൾ കേസൊക്കെ നടത്താനായിട്ട് ഒരുപാട് പൈസ കയ്യിലുണ്ടല്ലോ. എന്താ പിന്നെയും മോഷണമൊക്കെ തുടങ്ങിയോ? പ്രകാശം പറയാണ്, എടി നീ തോന്നിയാസൊന്നും പറയരുത്, എൻ്റെ മോൻ ഒരിക്കലും മോഷ്ടിക്കില്ല. അപ്പോഴത്തേക്ക് ശരണ്യ പറയാണ്, നിങ്ങളുടെ മോൻ മോഷ്ടിക്കുന്നില്ല എന്ന് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ മോനെ മോഷ്ടിക്കുന്നതുകൊണ്ട് അവൻ്റെ തൊഴിൽ തന്നെയാണ് മോഷണം. എടി നീ ഇനി അധികം സംസാരിച്ചാൽ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. എൻ്റെ മോനെക്കുറിച്ച് വായി തോന്നുന്ന പോലെ നീ സംസാരിക്കാൻ പാടില്ല എന്ന് പ്രകാശം പറയാണ്. അതേസമയം തന്നെ ശരണ്യ പറയണം, പിന്നെ ഇപ്പോഴേ ജയിലിൽ കിടക്കുന്ന നിങ്ങളുടെ മോനെ ആദ്യം റിലീസ് ചെയ്ത് കൊണ്ടുപോവാ, എന്നിട്ട് മതി എന്നോട് സംസാരിക്കാൻ. കല്യാണി ചേച്ചിയോടെ നിങ്ങൾ ഈ കാണിക്കുന്ന ക്രൂരതയ്ക്ക് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറയാട്ടോ. അതേസമയം തന്നെ പ്രകാശൻ ഒന്ന് പോടി നീ അവിടെ നിന്ന്. എന്നിട്ട് മുത്തശ്ശിയോട് പറയണം, അമ്മേ ഞാൻ എങ്ങനെയെങ്കിലും മോനെ ജയിലിൽ നിന്ന് വിളിച്ചിട്ട് വരാം, എൻ്റെ കയ്യിലൊരു നല്ല വക്കീലുണ്ടെന്ന് പറയണം. അതേസമയം തന്നെ മുത്തശ്ശി പറയണം, മോനെ അവനെ കൊണ്ടേ വരാവൂ എന്ന് പറയാണ്. അപ്പോഴെങ്കിലും പ്രകാശൻ പറയാണ്, തീർച്ചയായിട്ടും അമ്മേ, അവനെ പുറത്തിറക്കിക്കൊണ്ടേ ഞാൻ വരൂ. എന്തായാലും പ്രകാശം പോയതും മുത്തശ്ശിയോട് നമ്മുടെ ശരണ്യ പറയാണ്, അതെ കൊച്ചുമോനെ നല്ല രീതിയിലൊക്കെ വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അവനെ വളർത്തി വെച്ചതിൻ്റെ ഗുണമാണ് ഇപ്പോൾ അവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാട്ടോ. ഇനി സ്റ്റേഷനിലാണ് കാണിക്കുന്നത് കേട്ടോ. സ്റ്റേഷനിൽ ചെന്നിട്ട് വക്കീൽ പറയാണ്, അല്ല സാറേ ഇതെന്ത് കേസാണ്? ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പോ? അതിനു വേണ്ടി അവൻ എന്താ ചെയ്തത്? അവനെ എന്തായാലും ഇറക്കി വിടാൻ നോക്കുക സാറ്. അത്ര വലിയ തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. ഈ ഒരു കേസിന് വേണ്ടിയിട്ട് അവനെ ഇങ്ങനെ പിടിച്ചിടാനും പറ്റില്ല എന്ന് വക്കീൽ പറയാട്ടോ. അപ്പോഴേക്കും പോലീസ് പറയാണ്, സാറിന് ഈ കേസിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവൻ കല്യാണിക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ കല്യാണി എന്ന് പറയുന്ന പെൺകൊച്ച് ജയിച്ച് വാദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവൻ പുറലോകം കാണില്ല എന്ന് പറയാണ്. അതേസമയം തന്നെ പ്രകാശം പറയാണ്, സാറേ എൻ്റെ മോൻ അതുപോലെ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും പോലീസ് പറയണം, നീ ഉണ്ടായിരിക്കടാ, നീ ഇടയ്ക്ക് വർത്തമാനം പറയണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ വക്കീൽ പറയാണ്, ഇയാൾക്ക് പറയാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്, ഇയാൾ അയാളുടെ അച്ഛനാണ്, അതുകൊണ്ട് തന്നെ ഇയാൾക്ക് സംസാരിക്കാം. അങ്ങനെ അതുതൊക്കെ പറഞ്ഞ് പോലീസ് ഇറക്കി വിടുകയാണ്. എന്നിട്ട് വിക്രത്തിനോട് പറയണം, എടാ നീ ഇവിടെ നിന്ന് പോയിക്കോ, പക്ഷേ ഇവിടെ നിന്ന് നീ പോയാലും കോടതിയിൽ നിന്ന് നീ രക്ഷപ്പെടാനായിട്ടേ പോകുന്നൊന്നുമില്ല, അത് നീ ഓർത്തോളാൻ പറയാട്ടോ. അപ്പോഴേക്കും വക്കീൽ പറയണം, സാറേ ഇവനെ എൻ്റെ കക്ഷിയാണ്, ഇവനെതിരെ വാദിക്കുന്നത് കല്യാണിയാണെങ്കിലും ആരാണെങ്കിലും ഞാൻ അവളെ പൊളിച്ചടക്കിയിരിക്കും. കാരണം എൻ്റെ കക്ഷി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയാട്ടോ. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോരുകയാണ് കേട്ടോ. അതിനുശേഷം വിക്രത്തിനോട് വക്കീൽ ചോദിക്കുകയാണ്, അല്ല വിക്രം, നീ ഒരു സത്യം പറഞ്ഞേ, നീ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തുറന്നു പറഞ്ഞോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ കേസ് നമ്മൾ തോറ്റു തന്നെ പോകും. കാരണം നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കല്യാണിക്കെതിരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികളെ കൊണ്ടുവരാനും നമുക്ക് കേസ് ജയിക്കാനും കല്യാണിനെ പോലീസ് സ്റ്റേഷനിൽ കിടത്താനും നമുക്ക് സാധിക്കും. എങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് എല്ലാം നിൻ്റെ തലയിലോട്ട് തന്നെ വന്ന് വീഴും. നീ പോകേണ്ടി വരും ജയിലിലേക്ക്. നീ ഒരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നീ സത്യം എന്നോട് തുറന്നു പറയാൻ പറയണം. അതേസമയം തന്നെ വിക്രം പറയണം, സാറേ ഞാൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വക്കീലും ശരിയെന്ന് പറഞ്ഞ് പോവാണ്. അതേസമയം തന്നെ പ്രകാശൻ മോനോട് ചോദിക്കുകയാണ്, എടാ സത്യം പറയടാ, നീ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയാണ്, ഇല്ലച്ച, ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛനത് ഓർത്ത് പേടിക്കേണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശൻ പറയാണ്, എനിക്കിപ്പോഴാണ് ആശ്വാസമായത്, എൻ്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവൾ ശിക്ഷിക്കപ്പെടട്ടെ, അവൾ തൊലയട്ടെ എന്നൊക്കെ ഇങ്ങനെ പ്രകാശനും പറയാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കല്യാണീനെയാണ്. കല്യാണി വക്കീലിൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ. അതേസമയം തന്നെ വക്കീൽ കല്യാണിയോട് പറയാണ്, കല്യാണി തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആശ്ചര്യം തോന്നുകയാണ്, തന്നെ എല്ലാ പോയിൻറ്റ്സും പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ കല്യാണി പറയാണ്, തീർച്ചയായിട്ടും ഞാൻ എല്ലാ പോയിൻറ്റുകളും പഠിച്ചിട്ടുണ്ട് സാർ. അതുമാത്രമല്ല ഞാൻ എങ്ങനെ വാദിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പ്രിപ്പയറും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മുടെ വക്കീൽ പറയാണ്, കല്യാണി താൻ നന്നായിട്ട് കോൺഫിഡൻസോടുകൂടി വാദിക്കണം കേട്ടോ, അവനെ ജയിലിലാക്കുക തന്നെ വേണം, എനിക്ക് നല്ല വിശ്വാസമുണ്ട് തന്നെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഫിഡൻസ് കൊടുക്കുകയാണ് കല്യാണിക്ക്.
അങ്ങനെ കുറച്ചുകൂടെ പോയിൻറ്റ്സ് കല്യാണിക്ക് ഇങ്ങനെ സാറ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ സാറിനോട് നന്ദി കല്യാണി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാറ് പറയുകയാണ് തീർച്ചയായിട്ടും നാളത്തെ കേസിൽ താൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കാണാം കേട്ടോ.